നമ്മൾ മലയാളികൾ എന്നും ഭാഗ്യമുള്ളവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഖജനാവിന്റെ കാര്യത്തിൽ. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് പേടിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, പേടിക്കേണ്ട, നമ്മുടെ ഖജനാവ് സുഭദ്രമാണെന്ന്. പക്ഷെ ഈ ഭദ്രതയുടെ പിന്നിൽ ഒരു ചെറിയ മാജിക് ഉണ്ട്. സ്വന്തം പോക്കറ്റിൽ പണമില്ലാത്തപ്പോൾ അയൽക്കാരന്റെ സ്വർണം പണയം വെച്ച് പൈസ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തമാശയുണ്ടല്ലോ, ഏതാണ്ട് അതുപോലൊരു കഥയാണിത്. വാട്ടർ അതോറിറ്റിയെ സാക്ഷിയാക്കി നടത്തിയ ആ 4000 കോടി മാജിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സംഭവം ഇതാണ്: കേരള വാട്ടർ അതോറിറ്റി നബാർഡിൽ നിന്ന് ഒരു 4000 കോടി രൂപ വായ്പ എടുത്തു. എന്തിനാണെന്നോ? ജൽജീവൻ മിഷൻ വഴി ഓരോ വീട്ടിലും വെള്ളം എത്തിക്കാൻ പൈപ്പിട്ട കരാറുകാർക്ക് പണം കൊടുക്കാൻ. പാവം കരാറുകാർ വീടും പുരയിടവും പണയം വെച്ചാണ് ഈ പണി ചെയ്തത്. ഈ പണം എങ്ങോട്ടാണ് പോയതെന്നോ? സർക്കാരിന്റെ പൊതു ഖജനാവിലേക്ക്. എന്നിട്ട് മന്ത്രി പറയുകയാണ്, കണ്ടോ, എന്റെ ഖജനാവിൽ 4000 കോടി ഉണ്ട്, ഞാൻ സുഭദ്രനാണെന്ന്. മറ്റൊരാൾ സ്വന്തം മകളുടെ കല്യാണത്തിനെടുത്ത ലോൺ അടിച്ചു മാറ്റിയിട്ട് എന്റെ ബാങ്ക് ബാലൻസ് കണ്ടോ എന്ന് ചോദിക്കുന്ന അതേ അവസ്ഥ. ഈ പണത്തിന്റെ മറ്റൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇത് വെറുതെ കിട്ടിയതല്ല, പലിശയ്ക്ക് എടുത്തതാണ്. ഏപ്രിൽ 1 മുതൽ ഇതിന് പലിശ അടച്ചു തുടങ്ങണം. ഏകദേശം 92 കോടി രൂപ പലിശ ഇനത്തിൽ മാത്രം കൊടുക്കണം. വാട്ടർ അതോറിറ്റിക്ക് ജൽജീവൻ കണക്ഷനിൽ നിന്ന് കിട്ടുന്ന മാസ വരുമാനം 8 കോടി രൂപയിൽ താഴെയാണ്. 8 കോടി വരുമാനമുള്ള ആളിനെ കൊണ്ട് 92 കോടി പലിശ അടുപ്പിക്കുന്ന ഈ സാമ്പത്തിക ശാസ്ത്രം ഏത് സർവകലാശാലയിൽ പഠിപ്പിക്കുന്നതാണോ എന്തോ. ഇതിനെയാണ് നമ്മൾ കടമെടുത്ത് മുടിപ്പിക്കുക എന്ന് ലളിതമായി പറയുന്നത്. ഇത് ഈ 4000 കോടിയുടെ കഥ മാത്രമല്ല. ഇതിനു മുൻപ് ഇതേപോലെ 5000 കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ പേരിൽ വായ്പ എടുപ്പിച്ചിരുന്നു. അന്ന് ആ പണം കിട്ടിയപ്പോൾ സർക്കാർ എന്ത് ചെയ്തു? 3000 കോടി മാത്രം അതോറിറ്റിക്ക് നൽകി. ബാക്കി 2000 കോടി എവിടെ? അത് മ്യൂസിയത്തിൽ വെച്ചിരിക്കുകയാണോ അതോ ശമ്പളം കൊടുക്കാൻ വക മാറ്റിയോ എന്ന് ആർക്കും അറിയില്ല. ആകെ 6000 കോടി രൂപയാണ് വാട്ടർ അതോറിറ്റിയുടെ പേരിൽ ലോൺ എടുത്ത് സർക്കാർ ഇപ്പോൾ കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ടിവിയിൽ വന്ന് കേന്ദ്ര വിഹിതം കിട്ടാത്തത് കൊണ്ടാണ് പ്രതിസന്ധി എന്ന് സ്ഥിരം പല്ലവി പാടുന്നത്. സ്വയം കയ്യിലുള്ള വായ്പ തുക വിതരണം ചെയ്യാത്തതിനെ കുറിച്ച് മാത്രം ഒരക്ഷരം മിണ്ടില്ല. വാട്ടർ അതോറിറ്റി MD സർക്കാരിന് ഒരു കത്ത് എഴുതിയിരുന്നു. സാറേ, കരാറുകാർക്ക് ഇത്ര കോടി കുടിശ്ശികയുണ്ട്, പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കാൻ ഇത്ര കോടി വേണമെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ലോൺ എടുത്തത്. പക്ഷെ ഈ ലോൺ തുക മുഴുവൻ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുമോ എന്നതിൽ ഒരു ഉറപ്പുമില്ല. പൈപ്പിടാൻ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് അത് നന്നാക്കാത്തത് കൊണ്ട് ജനം തെറി വിളിക്കുന്നത് വാട്ടർ അതോറിറ്റിക്കാരെയാണ്. പണം വാങ്ങി ഖജനാവിൽ പൂട്ടിവെച്ച് ലാഭം കൊയ്യുന്നത് ധനമന്ത്രിയും കേരളം കടം കൊണ്ട് മുടിഞ്ഞു എന്ന് പറയുന്നതും വെറുതെയല്ല. കടം വാങ്ങി പലിശ അടയ്ക്കാനും വീണ്ടും കടം വാങ്ങുന്ന ഈ രീതി അപകടകരമാണ്. വാട്ടർ അതോറിറ്റിയെ പാപ്പരാക്കി ഖജനാവ് സുരക്ഷിതമാണെന്ന് കാണിക്കുന്ന ഈ കളി ഒരു ദിവസം പൊളിയും. അന്ന് പുതിയ സർക്കാരോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറയോ ഈ പലിശയുടെ ഭാരം ചുമക്കേണ്ടി വരും. ബാലഗോപാൽ സാറിന്റെ ഈ ഖജനാവ് സുഭദ്രം എന്ന് തള്ളി കേൾക്കുമ്പോൾ പൈപ്പിട്ട കാശിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുന്ന കരാറുകാരെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ധനമന്ത്രിയുടെ വലിയൊരു മാജിക് ആണിത്. വാട്ടർ അതോറിറ്റിക്ക് മാസം കിട്ടുന്ന വരുമാനം വെറും 8 കോടി രൂപ. പക്ഷെ പലിശ അടയ്ക്കേണ്ടത് 92 കോടി. ഇത് കേൾക്കുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാകും, ആ 8 കോടി കൊണ്ട് പലിശയുടെ 10-1 പോലും അടയ്ക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ബാക്കി പണം എവിടെ നിന്ന് വരും? അതടയ്ക്കാൻ സർക്കാർ വീണ്ടും എവിടെ നിന്നെങ്കിലും കടമെടുക്കും. അതായത് കടം വാങ്ങിയ പണത്തിന്റെ പലിശ അടയ്ക്കാൻ വേറെ കടം വാങ്ങുന്ന ഒരു അപൂർവ സാമ്പത്തിക ശാസ്ത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കടക്കെണി എന്ന് വിളിക്കുന്നത്. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ ഇപ്പോൾ വലിയ പേടിയിലാണ്. നിലവിൽ തന്നെ 22 കോടി രൂപ മാനനഷ്ടത്തിലാണ് ഈ സ്ഥാപനം ഓടുന്നത്. അതിന്റെ കൂടെ ഈ ഭീമമായ പലിശ ബാധ്യത കൂടി വരുമ്പോൾ നാളെ ശമ്പളവും പെൻഷനും മുടങ്ങുമോ എന്ന ഭയം അവർക്കുണ്ട്. സർക്കാർ തങ്ങളുടെ പേരിൽ ലോൺ എടുക്കുന്നു. ആ പണം സർക്കാരിന്റെ ആവശ്യത്തിന് മാറ്റുന്നു. പക്ഷേ കടം തിരിച്ചടയ്ക്കേണ്ട ബാധ്യത മാത്രം തങ്ങളുടെ തലയിൽ. ഇതാണ് അവരുടെ പരാതി. ശരിക്കും പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയെ ഒരു കടമെടുക്കൽ യന്ത്രം മാത്രമായിട്ടാണ് ബാലഗോപാൽ സാർ കാണുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഈ പണം തിരിച്ചടയ്ക്കാൻ വർഷങ്ങൾ എടുക്കും. ഇപ്പോൾ ഈ പണം എടുത്ത് ഖജനാവ് സുഭദ്രം എന്ന് പറഞ്ഞ് ഷോ കാണിക്കാം. പക്ഷെ നാളെ മറ്റൊരു സർക്കാർ വരുമ്പോൾ ഈ കോടി രൂപയുടെ കടവും അതിന്റെ പലിശയും അവർക്ക് വലിയൊരു തലവേദനയാകും. വരാനിരിക്കുന്ന തലമുറയെ കടത്തിൽ മുക്കിക്കൊണ്ട് ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്ന ഈ രീതിയെ എങ്ങനെയാണ് സുഭദ്രം എന്ന് വിളിക്കാൻ പറ്റുക? അതുകൊണ്ട് പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, ഇനി പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. കാരണം ആ പൈപ്പ് ഇടാൻ എടുത്ത ലോൺ തുക ഇപ്പോൾ നമ്മുടെ ഖജനാവിൽ സുഭദ്രമായി ഇരിക്കുകയാണ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ വേണ്ടില്ല, നമ്മുടെ ധനമന്ത്രിയുടെ മുഖത്തെ ആ ചിരി മായാതിരുന്നാൽ മതി. എന്തായാലും ബാലഗോപാൽ സാറിന്റെ ഈ വാട്ടർ ലോൺ മാജിക് ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന തുകകൾ എവിടെ പോകുന്നു എന്ന ചോദ്യം ഇവിടെയും പ്രസക്തമാണ്. ജൽജീവൻ മിഷന് വേണ്ടി കേന്ദ്രം നൽകുന്ന വിഹിതത്തിന് കൃത്യമായ കണക്കുണ്ട്. പക്ഷേ സംസ്ഥാനം നൽകേണ്ട വിഹിതം നബാർഡിൽ നിന്ന് കടമെടുത്ത് നൽകുന്നു എന്നത് മാത്രമല്ല,
ആ കടമെടുത്ത തുക പോലും വാട്ടർ അതോറിറ്റിക്ക് നൽകാതെ ഖജനാവിൽ പൂഴ്ത്തിവെക്കുന്നു. ബജറ്റിൽ വെള്ളത്തിന് വേണ്ടി മാറ്റിവെച്ച തുക എവിടെ പോയി എന്ന ചോദ്യം ബാലഗോപാൽ സാറിനോട് ചോദിക്കാം. ഇത് കേവലം സാമ്പത്തിക മാനേജ്മെന്റ് അല്ല, മറിച്ചൊരു ജനകീയ പദ്ധതിയെ ശ്വാസം മുട്ടിക്കലാണ്. നമ്മുടെ ധനമന്ത്രിയുടെ ഒരു പ്രത്യേക കഴിവ് എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാനത്ത് എന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ഉടനെ ഡൽഹിയിലേക്ക് വിരൽ ചൂണ്ടും. കേന്ദ്ര വിഹിതം തന്നില്ല, GST നഷ്ടപരിഹാരം നിർത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗം നടത്തും. പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ പേരിലെടുത്ത വായ്പയുടെ 2000 കോടി രൂപ സ്വന്തം പെട്ടിയിൽ പൂട്ടിവെച്ചിരിക്കുന്നതിനെ കുറിച്ച് കേന്ദ്രത്തോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. മുൻ ധനമന്ത്രി തോമസ് ഐസക് സാർ വലിയ ഗമയിൽ കൊണ്ടുവന്നതാണ് കിഫ്ബി. നമുക്ക് ബജറ്റിന് പുറത്തുനിന്ന് പണം എടുക്കാം, തിരിച്ചടവ് പേടിക്കേണ്ട എന്നായിരുന്നു അന്നത്തെ ലൈൻ. പക്ഷേ കേന്ദ്രം അത് സംസ്ഥാനത്തിന്റെ മൊത്തം കടമെടുപ്പ് പരിധിയിൽ പെടുത്തിയതോടെ ബാലഗോപാൽ സാർ ശരിക്കും പെട്ടു. ഐസക് സാർ കടം വാങ്ങി പണിത് വെച്ചതിന്റെ പലിശയും തിരിച്ചടവും ഇപ്പോൾ ബാലഗോപാൽ സാർ വാട്ടർ അതോറിറ്റിയുടെ പേരിൽ ലോൺ എടുത്ത് വീട്ടേണ്ടി വരും. ഐസക് ഒഴിച്ച കുഴിയിൽ ബാലഗോപാൽ സാർ വീണു. പക്ഷേ മുകളിൽ നിന്ന് പിണറായി സാർ മണ്ണ് വാരിയിടുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം ഊഴത്തിൽ പ്രളയവും നിപ്പയും ഒക്കെ വന്നു. പക്ഷേ രണ്ടാം ഇന്നിംഗ്സിൽ സാമ്പത്തികമായി കേരളം ശരിക്കും ICUവിലായ അവസ്ഥയാണ്. ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഉടനെ വാട്ടർ അതോറിറ്റിയുടെയോ KCBയുടെയോ പേരിൽ ലോൺ എടുപ്പിക്കും. എന്നിട്ട് ക്യാപ്റ്റൻ പറയും നമ്മൾ അതിജീവിക്കുമെന്ന്. പാവം ജനങ്ങൾ വിചാരിക്കും ഇത് വികസനമാണെന്ന്. പക്ഷേ ഇത് വരും തലമുറയുടെ മേൽ കെട്ടിവെക്കുന്ന വലിയൊരു ബാധ്യതയാണെന്ന് ആരും പറയുന്നില്ല. അവസാനമായി ഒന്ന് പറഞ്ഞോട്ടെ, കേരളത്തിന്റെ ഈ സാമ്പത്തിക അവസ്ഥ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മുടെ ഭരണാധികാരികൾ 3 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ആദ്യം വന്ന തോമസ് ഐസക് കിഫ്ബി എന്ന മാന്ത്രിക വടി വീശി വായുവിൽ നിന്ന് കടമുണ്ടാക്കാൻ പഠിപ്പിച്ചു. അത് കണ്ട് പഠിച്ച ബാലഗോപാൽ ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് കടമുണ്ടാക്കി ഖജനാവ് നിറയ്ക്കുന്നു. ഇതിനെല്ലാം മുകളിൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി. സത്യത്തിൽ ഇതൊരു വലിയ ടീം വർക്ക് തന്നെയാണ്. ഒരാൾ കടം വാങ്ങാൻ ബുദ്ധി ഉപദേശിക്കുന്നു, രണ്ടാമത്തെയാൾ പാവം വാട്ടർ അതോറിറ്റിയെ പണയം വെച്ച് അത് നടപ്പിലാക്കുന്നു, മൂന്നാമത്തെയാൾ ആ പണം ഖജനാവിൽ പൂഴ്ത്തിവെച്ച് കേരളം സുഭദ്രം എന്ന് തള്ളുന്നു. പൈപ്പിട്ട കരാറുകാരന് പണമില്ല, റോഡ് നന്നാക്കാൻ കാശില്ല, ജീവനക്കാർക്ക് ശമ്പളം കിട്ടുമോ എന്ന പേടി. പക്ഷേ ഖജനാവ് മാത്രം ഹൗസ്ഫുൾ. ഈ 4000 കോടിയുടെ പലിശ അടയ്ക്കാൻ നാളെ KSRTC പണയം വെക്കുമോ അതോ സെക്രട്ടേറിയറ്റ് തന്നെ ലോൺ എടുക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ജനങ്ങളെ കടത്തിൽ മുക്കി നമ്പർ 1 പട്ടം അടിച്ചു മാറ്റുന്ന ഈ വിധിക്ക് ഒരു വലിയ കയ്യടി നൽകാം. അടുത്ത തവണ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വന്നില്ലെങ്കിലും വിഷമിക്കേണ്ട. ബാലഗോപാൽ സാറിന്റെ ആ ചിരി ഒന്ന് നിങ്ങൾ ഓർത്താൽ മതി. കാരണം നിങ്ങളുടെ കുടിവെള്ളത്തെക്കാൾ സർക്കാരിന് വലുത് ആ 4000 കോടിയുടെ ഷോ ആണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.